നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുറച്ചമ്മമാർ കുട്ടികളെ പഠിക്കാൻ വിട്ട് സമാധാനത്തോടു കൂടി വീട്ടിലിരുന്നു. എന്നാൽ ഇനി കുറച്ചധിക നാളുകൾക്ക് ആ സമാധാനം അമ്മമാരുടെ പോയിരിക്കുകയാണ്. അതിന് തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ രാത്രി നടന്ന പ്രതിഷേധങ്ങളുടെ തുടക്കം. SFIക്കാരോടാണ് പറയുന്നത്, അവിടെ അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞ SFIക്കാരൻ്റെ പുലിക്കുട്ടി അല്ലെങ്കിൽ തീപ്പൊരി എന്ന സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ SFIക്കാർ തന്നെ വിളിക്കുന്ന ആ തീപ്പൊരി കുറച്ചു നാൾ മുൻപ് പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? ഭരണം കിട്ടിയെന്ന് കരുതി നിങ്ങൾ ആ പോലീസുമായി വരികയാണോ? ഞങ്ങളെ അടിക്കാൻ വന്നാൽ നിങ്ങൾ ചിന്തിച്ചത് അത് വിനയായി പോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഞാൻ ചിന്തിച്ചു പോയ ആ കാര്യം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് SFIക്കാരെ അടിക്കണം എന്നുള്ള തീരുമാനം വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഭാര്യയോട് പറയണം, എൻ്റെ ചിന്തയിൽ നിന്ന് എന്നെ മാറ്റാൻ ഭാര്യയോട് പറയണമെന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ഈ സൗണ്ടിനെ ബാസ് കയറ്റിയിട്ടുള്ള ആവേശം കയറ്റുന്ന ഒരു പണിയുണ്ടല്ലോ. 21, 22, 23 ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വയസ്സിൽ വളരെ തീപ്പൊരിയായി നിൽക്കുന്ന SFI എന്ന് കേട്ടാൽ ചോര തിളയ്ക്കുന്ന, ആ കൊടി പിടിക്കുമ്പോൾ ചോര തിളയ്ക്കുന്ന പ്രായത്തിലുള്ള പിള്ളേരോടാണ് പറയുന്നത്, അടിക്കാൻ ഇറങ്ങൂ, തല്ലാൻ ഇറങ്ങൂ, ഒടിക്കാൻ ഇറങ്ങൂ, കൊല്ലാൻ ഇറങ്ങൂ എന്നൊക്കെ. ഇപ്പോൾ CPMന് വേണ്ടത് ഒരു രക്തസാക്ഷിയാണ്. ഒരുപക്ഷെ അടങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രക്തസാക്ഷി അടുത്തത് നിങ്ങളാകാം എന്നുള്ളതാണ്. SFIക്കാരോടാണ് ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കി ഇരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ, അടങ്ങി ഇരിക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഏതൊരു പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, അതുപോലെ തന്നെ നിന്റെ അച്ഛനും അമ്മയും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന കാലം അതിനേക്കാൾ മുന്നേ ഉള്ള കാലം മുതലേ ഉള്ള പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തെ പിള്ളേരോട് നീ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ തന്നെയാണ് നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ അച്ഛനും നിന്നോട് പറയുന്നത്. നീ ഒരുപക്ഷെ അടങ്ങിയിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമായിരുന്നില്ല, നീ ഇപ്പോൾ മന്ത്രിയാകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രി, നട്ടിലുള്ള ഒരു ആഭ്യന്തരമന്ത്രി നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ ഇനി അരങ്ങേറില്ല എന്ന് വ്യക്തമാകുന്നു. എന്തായാലും A റഹീമുമായി ബന്ധപ്പെട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റും വരുന്നുണ്ട്. ഇത് A റഹീം 5ാം ക്ലാസ്സും ഗുസ്തിയും തെരുവ് രാഷ്ട്രീയവുമാണ് ഇയാളുടെ ക്വാളിഫിക്കേഷൻ. അത് ഇയാൾ രാജ്യസഭയിൽ തെളിയിച്ചിട്ടുണ്ട്. ഉഡായിപ്പ് രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച അത്യാവശ്യ സാമ്പത്തിക നില കൈവരിച്ചവനും അതിലൂടെ ജീവിക്കുന്നവനുമാണ് ഇയാൾ. ഭരണം കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഇയാൾ കുറച്ചു കുട്ടികളെയും കൂട്ടി ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ കുട്ടികളുടെ ഭാവി കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടികൾക്ക് പാസ്പോർട്ട് പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടികളെ ഇയാൾ എത്തിക്കും. അവരുടെ മാത്രമല്ല മറ്റു കുട്ടികളുടെയും വിദ്യാഭ്യാസം ഇവൻ മുടക്കും. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളായി മാറും. ആ കുട്ടികൾക്ക് നേരെയല്ല, ഇയാളെ പോലെയുള്ള ക്രിമിനലുകൾക്ക് നേരെയാണ് കേസെടുക്കേണ്ടത്. ഇവനൊന്നും ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. ഈ നാട്ടിലെ യുവജനങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും പുതിയൊരു ലോകം കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വളരെയേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. വരുന്ന 5 വർഷം ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെയേറെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇവനെ പോലെയുള്ളവരെ ഡിസ്പോസ് ചെയ്യണം. ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതാവിൻ്റെ പ്രതികരണമാണ്. തനിക്കും ഈ പ്രായത്തിലുള്ള മക്കളുണ്ട്, അവരും ഒരു പക്ഷേ ഈ ഒരു ആവേശം കണ്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എന്തായാലും മുളയിലേ നുള്ളിക്കളയണമെന്നാണ് പറയുന്നത്. മുൻപൊന്നും ഇല്ലാത്ത തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുകയാണ്. ആ പ്രതികരണം തന്നെയാണ് ഇതിനൊക്കെയുള്ള തടസ്സം സൃഷ്ടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ SFI KSU സംഘർഷം അതൊരു തുടക്കമാണ്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞ് ഒതുക്കിയൊക്കെ വിടും. എന്നാൽ ഈ ഒരു പക, ഈ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ കിടക്കും. നാളൊരു സമയത്ത് കൈവാക്കിന് കിട്ടുമ്പോൾ ആ പക തീർക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ, സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അത് തടയിടുക തന്നെ വേണമെന്നാണ് പറയുന്നത്. മാതാപിതാക്കളോടാണ്. ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. നിരകെട്ട രാഷ്ട്രീയ ചെന്നായ്ക്കൾ നമ്മുടെ മക്കളെ ബലിയാടുകളെ പോലെ മുന്നിൽ നിർത്തി അവരുടെ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കരുത്. ഇതിലൊരു നേതാവിന്റെ മകനും തല്ലുകൊള്ളാനോ കത്തിക്കരിയുവാനോ ഇല്ല എന്നത് നിങ്ങൾ ഓർക്കണം. നേതാക്കളുടെ മക്കൾ വിദേശത്ത് സുഖിച്ച് ജീവിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് തുണയാവേണ്ട മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. പണ്ട് ഈ മട വീണ ജമ്മി തമ്പുരാന്മാർ ഏതെങ്കിലും പാവപ്പെട്ടവനെ മടയിൽ കുരുതി കൊടുത്ത് ഉറപ്പിക്കാറുണ്ട്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടവീണ അവസ്ഥയിലാണ്. കുരുതി കൊടുക്കാൻ ഇവർ ഇരകളെ തേടുകയാണ്. അവരുടെ നിലനിൽപ്പിന് ഏത് ഹീനമാർഗവും പ്രയോഗിക്കും. അതിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ ഉണർന്ന് തന്നെ ഇരിക്കുക. SFIക്കാരോടാണ് ആ റഹീം പറഞ്ഞു തന്നെ പറയാനുള്ളൂ. അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായിസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. ജനങ്ങളുടെ സർക്കാർ അടങ്ങിയിരിക്കണം. ബോധമില്ലാത്ത അന്തംസ് തെറി വിളിക്കാൻ വരാം, നിങ്ങളുടെ നിലവാരം കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ അങ്ങനെ നീളുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം റഹീമിന്റെ പ്രതികരണം നടന്നല്ലോ, ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇത് തുടക്കം തന്നെ ഹണിമൂൺ പീരീഡിൽ തന്നെ ഇങ്ങനെ SFIയെ തെരുവിലിട്ട് SFI വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവിലിട്ട് ആക്രമിക്കാനാണ് പരിപാടിയെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ശ്രീ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ശ്രീ VD സതീശനൊക്കെ? ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പലതരത്തിലാണ്. ഒന്നീ സംഘർഷം ക്ഷണിച്ചു വരുത്തി തന്നെ പോലീസ് കാഴ്ചക്കാരായിക്കില്ല. പോലീസ് യഥാർത്ഥം ചെയ്തെന്താ? അവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ 2 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രകടനം 2 സമയത്ത് ക്രമീകരിക്കാൻ പോലീസ് മുന്നൊരുക്കം നടത്തണ്ടേ? ഇല്ലെങ്കിൽ പോട്ടെ, 2 വഴിക്കാണ് പോകുന്നത് എന്നെങ്കിലും തോന്നണ്ടേ? ഒരു മിനിറ്റ്, PSA അവരോട് അവിടെ നിൽക്കാൻ പറ, അങ്ങോട്ട് പോ. അവിടെ നിന്നിട്ട് ഇല്ല എന്നോടൊന്നല്ല, SFIയുടെ ലീഡർഷിപ്പ്. ഞാൻ വൈകുന്നേരമാണ് ഇവിടെ വരുന്നത്. വൈകുന്നേരം വന്നിട്ട് പിന്നീട് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനുണ്ട്, SFI മറ്റ് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ അവിടെ നിന്ന് പ്രകടനം ആരംഭിക്കുമ്പോൾ ആഹ്ലാദ പ്രകടനമാണ്. ആദ്യം KSUവിൻ്റെ പ്രകടനം പുറപ്പെട്ടിങ്ങ് വരുന്നു. അപ്പോൾ പിന്നെ പോലീസ് തീരുമാനിക്കട്ടെ. SFIയുടെ പ്രകടനം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആരംഭിച്ചാൽ മതി എന്നൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? പോലീസ് അത് നടത്തുന്നില്ല. അപ്പോൾ പോലീസ് ഇനി SFIയുടെ പ്രകടനം ആരംഭിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ പ്രകടനം ഇങ്ങ് പോകുന്നു, ഞങ്ങളവിടെ നിൽക്കുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ഞങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്നൊരു മൂടായിരുന്നു. വളരെ സമാധാനപരമായിട്ടാണ് ഏറെക്കുറെ അവിടെ അവസാനിച്ച. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വിദ്യാർത്ഥികൾ തമ്മിൽ. പക്ഷേ പ്രകടനം പോലീസ് ഇതുപോലെ മുഖാമുഖം ഈ 2 പ്രകടനങ്ങൾ വിടുമെന്ന് നമ്മൾ കരുതിയോ? 2 പ്രകടനവും മുഖാമുഖം വിട്ടു. പാളയം മാർക്കറ്റിലെത്തിയപ്പോൾ മുഖാമുഖം എത്തിയപ്പോൾ ദൗർഭാഗ്യകരമായി ഇവിടെ സംഘർഷം ഉണ്ടായി. അപ്പോൾ ആ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാക്കിയതാരാ? പോലീസിൻ്റെ പ്ലാനിങ് അല്ലേ? പോലീസ് കരുതണ്ടേ ഈ 2 സമയം? ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് KSUവിൻ്റെ പ്രകടനം സെക്രട്ടേറിയറ്റ് ചുറ്റി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഈ പ്രകടനത്തെ KSUവിനെ ഇതുവഴി ഈ സംസമിൻ്റെ മുമ്പിൽ കൂടെ ഡയറക്റ്റ് ചെയ്യാലോ. ഇവിടുന്ന് നേരെ MLA ഹൗസിലേക്കാണ് തിരിച്ചവർ പോകുന്നത്. KSUക്കാരുടെ സങ്കേതമല്ല അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് MLA ഹൗസിലേക്ക് ഇതുവഴി ഇങ്ങ് ഡയറക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ MLA ഹൗസിലേക്ക് KSU പോയനെ, SFIയുടെ പ്രകടനം അവിടെ നിന്ന് ഇതുവഴി വന്നനെ. ഇതിന് പകരം എന്ത് ചെയ്തു? പോലീസിൻ്റെ അനാസ്ഥ കാരണം പ്രകടനം 2 ഒരേ വഴിക്കെത്തിയപ്പോൾ അവിടെ വെച്ച് ദൗർഭാഗ്യകരമായ സംഘർഷം ഉണ്ടായി. അതല്ല, ഇവിടെ പോകുന്ന അവിടേക്കല്ല, ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് ഇവരുടെ ബൈക്കുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ആ ബൈക്കുകൾ എടുക്കാൻ വേണ്ടി പോകണം. അത് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടാണുള്ള ക്രമീകരണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംഘർഷത്തിലേക്ക് പോകരുതെന്ന് കർശനമായി പറയുന്നുണ്ട്. SFIക്ക് സംഘർഷം ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യമില്ലെന്നേ. ഒരു പോലീസിൻ്റെ മുൻകരുതലുകളില്ലാതെ ഉണ്ടായൊരു സംഘർഷമാണ്. അത് ബോധപൂർവമാണോ എന്ന് അവർ പരിശോധിക്കണം. പിന്നെ അങ്ങനെ ഉണ്ടായതിനു ശേഷമുള്ളത് ഞാൻ ദൃക്സാക്ഷിയാണ്. വന്നതിന് ശേഷം മാധ്യമങ്ങൾ ദൃക്സാക്ഷിയാണ്. അത് ഏകപക്ഷീയമായിരുന്നു. ജലപീരങ്കി ഞങ്ങൾക്ക് നേരെ മാത്രം, ടിയർ ഗ്യാസ് SFIക്കാർക്ക് നേരെ മാത്രം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കല്ലേറ്, ലാത്തി ചാർജ് SFIക്കാർക്ക് നേരെ മാത്രം. നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഗ്രനേഡ്, ഈ പറയുന്ന ടിയർ ഗ്യാസ്, അതെന്തിനാ ഇങ്ങോട്ട് മാത്രമേ അവരെ അങ്ങ് റിമൂവ് ചെയ്താൽ പറയും. ഇനി ഞങ്ങളവിടെ ഇരുത്തി. ഞാൻ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ വിദ്യാർത്ഥികളെ അവിടെ ഇരുത്തിയ SFIക്കാരെ ഇരുത്തിയിട്ട് സഞ്ജീവും ശിവപ്രസാദും പ്രസംഗിച്ചു തുടങ്ങി. കാരണം എന്തിനാണ് അവിടെ ഇരുത്തിയത്? ഇവിടെ നിന്ന് അങ്ങോട്ട് കല്ലേറ് പോകരുത്, ഇവിടെ സംഘർഷം ഉണ്ടാകരുത്, ഇവിടെ നിന്നൊരു പ്രകോപനം ഉണ്ടാകരുത്. അപ്പോൾ ഇരുന്നാലൊരു യോഗ സാഹചര്യമായല്ലോ, യോഗത്തിലിരിക്കുകയാണ്. അങ്ങനെ പ്രതിഷേധ യോഗം നടത്തിക്കൊണ്ടിരുന്ന SFIക്കാർക്ക് നേരെയാണ് പിന്നെയും KSUവിൽ നിന്ന് വീണ്ടും കല്ലേറുണ്ടാകും. അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് നോക്കണം, ആശുപത്രിയിലേക്ക് അതിവിടെ ചോദിക്കണം. DYFIക്കാരൊക്കെ ഉണ്ട് ഇവിടെ. നിരവധി പേർക്ക് പരിക്കേറ്റു, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റതായാണ് പറയുന്നത്. അത് ആശുപത്രിയിലേക്ക് പോയാൽ മാത്രമേ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊന്ന് കൺട്രോൾ ചെയ്ത്. ഇല്ല MV ജയരാജൻ നിൽക്കുമ്പോഴും പോലീസ് ഞങ്ങളുടെ മേൽ തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പോലീസ് ഇപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ്. അതിൻ്റെ ആവശ്യം പോലീസിനില്ല. പോലീസ് നീതിപൂർവമായി പെരുമാറണം. റൂൾ ഓഫ് ലോ അത് നടപ്പിലാക്കാനാണ് പോലീസിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ പോലീസ് ഭരണത്തിൻ്റെ ഈ തിണ്ണമെടുക്ക് ഉപയോഗിച്ച് KSUക്കാർക്കെല്ലാം വഴിവിട്ട സഹായം ചെയ്തു കൊടുത്ത് റോഡിലിറങ്ങിയാൽ വലിയ പ്രയാസം ഉണ്ടാക്കും. ഞങ്ങൾ അത്തരമൊരു കാര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുകയാണ്, ഒരു ഘട്ടത്തിലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളരെ റെസ്പോൺസിബിളായി പറയുന്നത്, ഒരു തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ ഇത്തരത്തിൽ ബോധപൂർവമായി പോലീസ് ഏകപക്ഷീയമായി പെരുമാറുകയും മുൻകരുതലില്ലാതെ അവർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്.